ഇങ്ങനെ നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ഷോർട്ട് ഫീഡിൽ കയറി ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പോസ്റ്റിന് കൂടുതൽ വ്യൂസും കിട്ടും, അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഇത് ഉപകരിക്കും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ ഞാൻ നേരുന്നു. ഈ 2026 നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ സക്സസ് കിട്ടട്ടെ. അതുപോലെ നമുക്ക് യൂട്യൂബിൽ സക്സസ് കിട്ടാനുള്ള പല പുതിയ വഴികളും ഈ ന്യൂ ഇയറിൽ യൂട്യൂബും നമുക്ക് കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ വഴിയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനായിട്ട് നമുക്ക് ലോങ് വീഡിയോസ് ഇടാം, ഷോർട്ട് വീഡിയോസ് ഇടാം, നമുക്ക് ലൈവ് ചെയ്യാം, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു പുതിയ വഴി ഓൾറെഡി നമ്മുടെ എല്ലാവരുടെയും ചാനലിൽ സീക്രട്ട്ലി യൂട്യൂബ് ഓൾറെഡി കൊണ്ട് തന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരും ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സീക്രട്ട് ട്രിക്ക് എന്താണ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത ലാസ്റ്റ് വരെ കണ്ട് കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ദിവസം മുമ്പ് യൂട്യൂബിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ ചെയ്തിരുന്നു. അതായത് ഇനി മുതൽ നമുക്ക് ഫോട്ടോസ് ഷോർട്സിലിടാം. ഇതായിരുന്നു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുമുണ്ട്, ചേട്ടാ ഇത് എങ്ങനെ ചെയ്യാം. ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ചേട്ടാ എങ്ങനെയാണ് ഫോട്ടോസ് ഷോർട്സിലിടുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോസ് എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ നമുക്ക് യൂട്യൂബിൽ ഷോർട്സിലും ഫോട്ടോസ് ഇടാൻ പറ്റണം. അത് വെറുതെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടാൽ മാത്രം പോരാ, അത് നമ്മുടെ ഷോർട്ട് ഫീഡിൽ വരണം. ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ്, അതുപോലെ ഫോട്ടോ ഇമേജ് കൊടുത്ത് അതിനോടൊപ്പം ഒരു ക്വിസ് അല്ലെങ്കിൽ പോൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ നമ്മുടെ ഷോർട്ട് ഫീഡിൽ കയറി ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഷോർട്ട് ഫീഡിൽ ഓടുകയാണെങ്കിൽ അവിടെ അതിന് കൂടുതൽ വ്യൂസും കിട്ടും, നമുക്ക് അവിടെ സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള ചാൻസും ഉണ്ട്. അപ്പം നിങ്ങളിൽ പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നോക്കാം, ഞാൻ ഷോർട്ട് ഫീഡിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1-2 വീഡിയോസ് ഇങ്ങനെ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് നോക്കുക എൻ്റെ മുന്നിലേക്ക് മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഇതൊരു വീഡിയോ അല്ല, ഇതൊരു ഫോട്ടോയാണ്. ഇത് ആശാ ഉണ്ണി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റാണിത്. ഇത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മുകളിലേക്ക് നോക്കിയാൽ 1 of 3 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ 3 ഫോട്ടോസാണ് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ ഫോട്ടോയാണിത്. മറ്റ് ഫോട്ടോസ് കാണാനായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലുള്ള ഓരോ ഫോട്ടോസും, അതായത് ഇവർക്ക് ഇവിടെ 3 ഫോട്ടോസാണുള്ളത്. അപ്പോൾ അവരുടെ ഓരോ ഫോട്ടോസും ഇതേപോലെ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോൾ ഷോർട്ട് ഫീഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഷോർട്ട് ഫീഡിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വന്നിരിക്കുകയാണ്. ആ കമ്മ്യൂണിറ്റി പോസ്റ്റിലുള്ള ഓരോ ഫോട്ടോസും നമുക്ക് ഇതേപോലെ ലെഫ്റ്റ് റൈറ്റ് സ്വൈപ്പ് ചെയ്ത് ഈ ഷോർട്ട് ഫീഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അപ്പ് ഡൗൺ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും താഴെയുള്ള മറ്റ് ഷോർട്ട് വീഡിയോയിലേക്കായിരിക്കും പോകുന്നത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യവുമാണ്. ഇനി ഇത് കമ്മ്യൂണിറ്റി പോസ്റ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ മറ്റൊരു വഴിയെന്ന് പറയുന്നത് ഇവരുടെ ചാനലിൻ്റെ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്ക്. ഇവിടെ നോക്ക്, ഇവരുടെ ചാനൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതും എങ്ങനെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്, അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ പർട്ടിക്കുലർ പോസ്റ്റിനെ തന്നെയാണ് ഓപ്പൺ ആക്കി നമ്മളെ കാണിക്കുന്നത്. ഇവിടെ ഈ പോസ്റ്റിലുള്ള 3 ഫോട്ടോസ് ഒന്ന് ചെക്ക് ചെയ്ത് ഈ 3 ഫോട്ടോസ് തന്നെയാണ് നമ്മളിപ്പോൾ ഷോർട്ട് ഫീഡിൽ സ്വൈപ്പ് ചെയ്തപ്പോൾ കണ്ട അതേ സെയിം ഫോട്ടോസ്. എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഷോർട്ട് ഫീഡിൽ കയറി ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മളൊന്ന് ബാക്കി വന്നേ, ഇവിടെ നോക്ക്, നമ്മൾ വീണ്ടും തിരിച്ച് ഷോർട്ട് ഫീഡിൽ തന്നെ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്ന എല്ലാ ഫോട്ടോസും അതുപോലെ ഫോട്ടോയോടൊപ്പം എന്തെങ്കിലും ക്വിസോ അല്ലെങ്കിൽ പോളോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ പോസ്റ്റുകളും ഇനി മുതൽ ഷോർട്ട് ഫീഡിൽ കയറി ഓടിയിരിക്കും. ഇങ്ങനെ നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ഷോർട്ട് ഫീഡിൽ കയറി ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പോസ്റ്റിന് കൂടുതൽ വ്യൂസും കിട്ടും, അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഇത് ഉപകരിക്കും. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ നോർമലി ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും. പക്ഷേ നമ്മൾ ഇതുപോലെ ഫോട്ടോസ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഫോട്ടോസ് ഇതുപോലെ ഷോർട്ട് ഫീഡിൽ ഓടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ക്ലാരിറ്റി, ഒരു ആൻസർ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഇനി മുതൽ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് അതുപോലെ ഫോട്ടോയോടൊപ്പം നമ്മൾ ക്വിസ് അല്ലെങ്കിൽ പോൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഷോർട്ട് ഫീഡിൽ കയറി ഓടുന്നതായിരിക്കും. അതിലൂടെ നമ്മുടെ ചാനലിന് കൂടുതൽ റീച്ചും കിട്ടും, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ കൂടുതൽ ഫോട്ടോസ് ഇനി കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ചാനലിനും പെട്ടെന്ന് കൂടുതൽ റീച്ച് കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.